വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാനസിക പിരിമുറുക്കം സൃഷ്ടിക്കുന്നതാണ് പരീക്ഷകൾ. പരീക്ഷാ ദിനങ്ങൾ അടുക്കുംതോറും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ടെൻഷനും കൂടും. പരീക്ഷയെ നേരിടാൻ ചിട്ടയായ പഠനമാണ് പ്രധാനമായും വേണ്ടത്. സമയത്തെ കൃത്യമായി ഉപയോഗിക്കുമ്പോൾ തന്നെ ഉറക്കത്തിനും പ്രാധാന്യം കൊടുക്കണം. 6 മുതൽ 7 മണിക്കൂർ വരെ ഉറങ്ങുന്നുവെന്നും ശേഷിക്കുന്ന മുഴുവൻ സമയവും ഫലപ്രദമായി ഉപയോഗിക്കുന്നു എന്നുമാണ് ആദ്യം ഉറപ്പുവരുത്തേണ്ടത്. ചിലർ അതിരാവിലെ എഴുന്നേറ്റ് പഠിക്കുമ്പോൾ മറ്റു ചിലർ രാത്രി അധിക സമയം പഠിക്കാൻ ഇരിക്കുന്നവരാണ്. ഓരോ വ്യക്തിയുടെയും ബയോളജിക്കൽ ക്ലോക്ക് അനുസരിച്ചാണ് പഠനത്തിന് അവർ കണ്ടെത്തുന്ന സമയത്തിന് വ്യത്യാസപ്പെടുന്നത്. അടുത്ത ഒരു കാര്യം പഠനത്തിലെ ശ്രദ്ധ നഷ്ടപ്പെടാതിരിക്കാൻ മൊബൈൽ ഫോൺ എന്നിവയോട് പരീക്ഷ കഴിയുന്നത് വരെ ഗുഡ് ബൈ പറയുക എന്നതാണ്. തുടർച്ചയായ പഠനം കുട്ടികളെ തളർത്തുകയും മടി വരാനും കാരണമാകും. അതുകൊണ്ട് 1.5-2 മണിക്കൂർ കഴിയുമ്പോൾ ഒരു ചെറിയ ഇടവേള എടുക്കുന്നത് നന്നാണ്. എങ്ങനെ പഠിക്കണമെന്ന് ആദ്യം മനസ്സിലാക്കിയാൽ കാര്യം സിമ്പിൾ ആയിരിക്കും. അതായത് പഠിക്കേണ്ട വിഷയങ്ങളെ സിഗ്നൽ ലൈറ്റിലെ ചുവപ്പ്, മഞ്ഞ, പച്ച എന്നീ നിറങ്ങളായി തരംതിരിച്ച ശേഷം പ്രയാസമുള്ള വിഷയത്തെ ചുവപ്പായും, പ്രയാസമുള്ളതാണെങ്കിലും കൂടുതൽ പ്രയത്നിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിഷയത്തെ മഞ്ഞയായും, ഇഷ്ടമുള്ള വിഷയങ്ങളെ പച്ചയായും മാറ്റുക. പഠിക്കാൻ സമയം ക്രമീകരിക്കുമ്പോൾ കൂടുതൽ സമയം ചുവപ്പിനാണ് കൊടുക്കേണ്ടത്. പഠിച്ചു തുടങ്ങുന്നത് മഞ്ഞയിലോ പച്ചയിലോ ഉള്ള വിഷയങ്ങളായിരിക്കണം. ചുവപ്പും മഞ്ഞയും പച്ചയുമായി എത്ര വിഷയങ്ങൾ ഉണ്ടെന്ന അനുസൃതമായി ടൈം ടേബിളും തയ്യാറാക്കുക. ചുവപ്പിനെ മഞ്ഞയിലേക്കും മഞ്ഞയെ പച്ചയിലേക്കും മാറ്റാനായി പ്രവർത്തിക്കുകയാണ് അടുത്ത ഘട്ടം. അങ്ങനെ കൂടുതൽ വിഷയങ്ങൾ എളുപ്പമുള്ളതായി മാറും. മനുഷ്യ മനസ്സിലൂടെ ഒരു ദിവസത്തിൽ ശരാശരി 60,000 വ്യത്യസ്ത ചിന്തകൾ കടന്നു പോകാറുണ്ട്. പഠിക്കാൻ ഇരിക്കുമ്പോഴും ഇത്തരത്തിൽ ചിന്തകൾ കടന്നു പോകുകയും ചെയ്യും. അതിൽ നിന്നും ഏകാഗ്രത കിട്ടുന്നതിന് പ്രാർത്ഥിക്കുകയോ ധ്യാനിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുവരെ ധ്യാനിക്കാത്തവർക്ക് എളുപ്പത്തിൽ ധ്യാനിക്കാൻ ബ്രീതിങ്ങിൽ ശ്രദ്ധിച്ചാൽ മതിയാവും. ശ്വാസം പതിയെ അകത്തേക്ക് എടുത്ത് പുറത്തേക്ക് വിടുക. ഇത് 20-50 തവണ ആവർത്തിക്കുക. അനാവശ്യ ചിന്തകൾ ഒഴിവാക്കാനും ഉത്കണ്ഠ അകറ്റാനും ഏകാഗ്രത കൈവരിക്കാനും ധ്യാനം നിങ്ങളെ സഹായിക്കും. കൂടാതെ പരീക്ഷ അടുത്ത സമയത്ത് മറ്റുള്ളവരുടെ പ്രതീക്ഷ എന്ന ഭാരം ചുമരിൽ ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥിയെ സംബന്ധിച്ച് മാനസിക പിരിമുറുക്കത്തിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിക്കുമോ എന്ന ചിന്തയാണ്. മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കല്ല, സ്വന്തം ലക്ഷ്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഞാൻ പഠിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാണ് എന്ന യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള പ്രവർത്തനം ഉന്നത വിജയം നേടിത്തരും. പഠിച്ച കാര്യങ്ങൾ ഓർത്തു വെക്കാൻ ഷോർട്സ് നോട്ട്സ് സഹായിക്കും. പെട്ടെന്ന് കാണാവുന്ന സ്ഥലത്തോ ചുമരിലോ വാതിലിലോ കണ്ണാടിയിലോ അത് ഒട്ടിച്ചു വെക്കുമ്പോൾ പെട്ടെന്ന് അത് പഠിക്കാൻ നമ്മെ സഹായിക്കും. അതുപോലെ എല്ലാ വിഷയങ്ങളുടെയും മാതൃകാ ചോദ്യപേപ്പറുകൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. ഇതിലൂടെ പരീക്ഷയ്ക്ക് അനുവദിച്ചിട്ടുള്ള നിശ്ചിത സമയത്തിനുള്ളിൽ പരീക്ഷ എഴുതി തീർക്കാമെന്ന ആത്മവിശ്വാസം നമ്മളെ വർദ്ധിപ്പിക്കും. ഇനി മാതാപിതാക്കളോട് പറയാനുള്ളത്, അമിത സമ്മർദ്ദം കുട്ടികളുടെ മാനസികാവസ്ഥയെ ബാധിക്കാൻ സാധ്യതയുള്ളതാണ്. ഉത്കണ്ഠ, നിരാശ തുടങ്ങിയ മാനസികാവസ്ഥകൾ അവരുടെ പ്രകടനത്തെ ബാധിക്കും. രക്ഷിതാക്കളുടെ അമിതമായ ചില ഇടപെടലുകൾ ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യുന്നതാണ്. എല്ലാവർക്കും എല്ലാ വിഷയങ്ങളിലും മികവ് പുലർത്താൻ സാധിക്കണമെന്നില്ല. കുട്ടികൾ ആവശ്യത്തിന് ഉറങ്ങുകയും ഭക്ഷണം കഴിക്കുകയും എന്നീ കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഉറപ്പുവരുത്തേണ്ടതാണ്. കുട്ടികൾ പഠിക്കാനിരിക്കുമ്പോൾ വീട്ടിലെ മുതിർന്നവർ കഴിവതും മൊബൈൽ ഫോൺ എന്നിവയുടെ ഉപയോഗം ഒഴിവാക്കുക. കുട്ടികൾക്കൊപ്പം ഇരിക്കുക. അവരോട് സ്നേഹം പ്രകടിപ്പിക്കാൻ സമയം കണ്ടെത്തുക. പരീക്ഷകൾ ജീവിതത്തിലെ അടുത്ത ചുവട് വെക്കുന്നതിനുള്ള പടവുകൾ മാത്രമാണ്, അവസാനമല്ല എന്ന കാര്യം ഓർമ്മിപ്പിക്കുക. അപ്പോൾ പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച വിജയവും ആശംസിക്കുന്നു.